നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരളത്തിലെ ഏറ്റവും വലിയ ഗർഭം കലക്കി കീടാണു വൈറസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെർവട്ടർ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവും. എന്തായാലും ആ വീഡിയോയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാം. ആ കാണിക്കുന്നതിൽ പുള്ളിയെ അവസാനമല്ല, അതിന്റെ ഇടയിൽ ചോദിക്കുന്നവർ ആരുണ്ട്, ചോദ്യമുണ്ട്. ആരാ എനിക്കറിയത്തില്ല. അപ്പൊ ചില കാര്യങ്ങൾ പുള്ളിക്ക് അറിയാമെന്നും ചില കാര്യങ്ങൾ പുള്ളിക്ക് അറിയത്തില്ല എന്നും പുള്ളിക്ക് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. പക്ഷെ ഒരേ ഒരു കാര്യത്തിന് മാത്രം പുള്ളി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അറിയാമെന്നും പറഞ്ഞിട്ടില്ല, അറിയത്തില്ല എന്നും പറഞ്ഞിട്ടില്ല. അത് അറിയാമോ അറിയത്തില്ല എന്ന് കേരള ജനത കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറയായി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഗർഭം കലക്കി കീടാണു വൈറസ് ഇന്ന് ചെയ്ത ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ചില ഭാഗങ്ങൾ മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് സമയ ദൈർഘ്യം കൊണ്ട്. ആദ്യം നമുക്ക് അത് കണ്ടിട്ട് തിരിച്ചു വരാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചില സുഹൃത്തുക്കൾ CPM കുറച്ച് സൈബർ ക്രിമി കീടങ്ങൾ അവർ ഫേസ്ബുക്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത ആ വീഡിയോസിന് കിട്ടിയ മില്യൺ കണക്കിന് വ്യൂവർഷിപ്പും അതുപോലെ ലക്ഷക്കണക്കിന് റിയാക്ഷൻസും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വന്ന ലൈക്കുകളാണ്. നമുക്ക് അവിടെയും പിടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് റിയാക്ഷൻസ്. അപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേദിവസം മറക്കരുത് നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ ദുരിത ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയ വീഡിയോ. അതിനകത്താണ് ഈ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ആളുകൾ വന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കത് നോക്കാം. 1,38,000 റിയാക്ഷൻസ് ലൈക്കായും കെയറായും ഹാർട്ടായും അതുപോലെ ലാഫിംഗ് ഇമോജിയായിട്ടും ഒക്കെ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് ലൈക്കിന്റെ പാർട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ CPM പോലെ ലൈക്ക് ഉണ്ടല്ലേ, ഒരു നുണബോംബിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് പറയുന്നുള്ളൂ. ലൈക്കിന്റെ പാർട്ടിൽ കുഴപ്പമില്ല, അതിന്റെ ലവ് റിയാക്ഷന്റെ പാർട്ടിൽ കുഴപ്പമില്ല, ലാഫിംഗ് റിയാക്ഷന്റെ പാർട്ടിലും വലിയ കുഴപ്പമൊന്നുമില്ല. CPM കുറച്ച് ഫേക്ക് ഐഡീസ് ഉണ്ട്, അതുപോലെ സാരില്ല. പക്ഷേ കെയറിലേക്ക് വരുമ്പോൾ മാത്രമുണ്ടല്ലോ കുറച്ചധികം കെയറേട്ടന്മാർ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഹൊസ്റൈന, വാലി ഗേബെ, പിന്നെ റുസ്താം സബോ, ഫെലിക്സ് ജീൻ, റാമൻ റേസ്. ആരാ ഇവരൊക്കെ? എനിക്കും അറിയില്ല. ആരാ ഇവരൊക്കെ? എനിക്കും അറിയില്ല. ആരാ ഇവരൊക്കെ? എനിക്കും അറിയില്ല. ആരാ എനിക്കറിയത്തില്ല. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഗർഭം കലക്കി കീടാണു വൈറസ്, നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചു. നിനക്കറിയത്തില്ല, ഈ കാര്യത്തിൽ നീ നിരപരാധിയാണ്. പക്ഷെ നീ നിരപരാധിയാണോ, നീ നിരപരാധി അല്ലേ, നിനക്കറിയാമോ, നിനക്കറിയത്തില്ലേ എന്ന് ഇന്നും സംശയത്തോടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരു വോയിസ് റെക്കോർഡാണ്, നിന്റേതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആദ്യം നമുക്ക് അതിന്റെ ചില കാര്യം, കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ട് അതുകൂടെ കേട്ടിട്ട് തിരിച്ചു വരാം. ബുദ്ധിമുട്ടാക്കുന്നത് ആരും പറഞ്ഞില്ലല്ലോ. അത് താൻ അറിയണ്ട. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. തന്ത ഉണ്ടോ ഇല്ല, തന്ത ഇല്ലാതൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് പറയേണ്ട ആവശ്യമില്ല. അതെന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാതെ എനിക്കിരിക്കുന്നത്. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? ഇന്ന് നീ ചെയ്ത വീഡിയോയിൽ കാണിച്ച ആർജവത്തിന്റെ 100% നിനക്ക് ബാക്കിയുണ്ടെങ്കിൽ ഈ ഓഡിയോയിൽ കേൾക്കുന്ന സൗണ്ട് നിന്റേതാണെങ്കിൽ ആണെന്നും അല്ലെങ്കിൽ അല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം നീ കാണിക്കണം. അപ്പോഴേ നീ നട്ടലിന് ഉറപ്പുള്ളൊരു ആൺകുട്ടിയാവും. നിന്റെ കൂട്ടത്തിന് ആളുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നീ ഓടി നടന്ന് പലരെയും ഗർഭം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നീ ആൺകുട്ടിയാണെന്ന. ഈ ഗർഭം ഉണ്ടാക്കുന്ന ഒരു വലിയ കാര്യമല്ല. അത് അണ്ടവും ബീജവും കൂടെ അങ്ങ് ചേർന്നാൽ ഗർഭം ഉണ്ടാവും. പക്ഷെ അത് എന്റെ ഗർഭം ആണെന്ന് പറയണമെങ്കിൽ ഈ പുറകിലിരിക്കുന്ന നട്ടലിന് കുറച്ച് ഉറപ്പ് വേണം. പക്ഷെ നിന്നെ പോലുള്ള പെർവട്ടർമാർക്ക് ആ ചങ്ങുറപ്പില്ല എന്ന് കേരള ജനതയ്ക്കറിയാം. പിന്നെ നീ സഖാക്കളെ കൃമികീടത്തിനോടൊക്കെ ഉപമിച്ചു. ഓടെ ഞങ്ങളെ കൃമികീടമെന്ന് ഞങ്ങളങ്ങ് സമ്മതിച്ചു. കാരണം നിന്നെ പോലത്തെ വലിയ കീടാണു വൈറസുകൾ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ ചെറിയ കൃമികീടങ്ങളായിട്ടുണ്ട് ജീവിച്ചോട്ടെ. നീ എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയോ? നമുക്കറിയാം, ഈ ക്ലോസറ്റിൽ എത്ര വലിയ ഈ ആർബിറ്റ് പോലുള്ള ഇതൊഴിച്ചാലും അവസാനം 1-2 എണ്ണം ലെൻസിട്ട് നോക്കിയാൽ കാണും ഇത്തിരി ശക്തിയുള്ള അപകടകാരിയായിട്ടുള്ള വൈറസ് കീടാണു. അതാണ് നീ ഈ കാണുന്നത്. രാഹുലെ, നിന്നോട് വീണ്ടും ചോദിക്കുന്നു, നീ ആണാണെങ്കിൽ, നിന്റെ നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ, ഇത്തിരി മുമ്പേ കേട്ട ആ വോയിസ്, ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് നിന്റേതാണോ അല്ലയോ എന്ന് പറയാനുള്ള ചങ്കുറപ്പ് നീ ഒന്ന് കാണിക്കുക. അതിന് മാത്രം എന്താ നീ പിന്നോട്ട് പോണത്? പിന്നെ വെല്ലുവിളിച്ചിട്ട് പറയാൻ 1 കോടി രൂപയും 2 കോടി രൂപയും ഞങ്ങളുടെ കയ്യിലില്ല. കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊന്ന് ജോലി ചെയ്ത് ആ കാശ് കൊണ്ട് ജീവിച്ചു പോണവരാ. ഞങ്ങൾ ആരെയും വയനാട് ദുരന്തത്തിന്റെ പേരും പറഞ്ഞ് പറ്റിച്ച് കോടിക്കണക്കിന് രൂപ പിരിച്ച് പോക്കറ്റിലാക്കിയിട്ടില്ല. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വെല്ലുവിളിയൊന്നും നടത്തില്ല. നീ ആൺകുട്ടിയാണെങ്കിൽ ഇത് ആണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറ. അതിനുള്ളൊരു ചങ്കൂറ്റെങ്കിലും നീ കാണിക്കുക. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു.